ഒരു കാലത്ത് വാർത്തകളിൽ നിരന്തരമായി നിറഞ്ഞു നിന്നിരുന്ന ബംഗാളിലെ ആ ഭരണാധികാരിയെ ഓർമ്മയില്ലേ? അതും വികസനത്തിന്റെയോ ജനക്ഷേമത്തിന്റെയോ പേര് പറഞ്ഞല്ല കേട്ടോ. ഒരു ശാന്തമായ നാടിനെ അപ്പാടെ യുദ്ധക്കളമാക്കി മാറ്റിയ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്തും ചെയ്യാൻ ഒട്ടും മടിക്കാത്ത ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, മമത. ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? താൻ വാനോളം ഉയർത്തിയ അവരുടെ സ്വന്തം പാർട്ടി ഇന്ന് ഏത് അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയാമോ? കേന്ദ്ര സർക്കാരിനെ താഴെയിറക്കാൻ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞു നടന്ന മമതയുടെ പാർട്ടിയാണ് ഇന്ന് സ്വന്തം മണ്ണിൽ അണ പൊട്ടി തകരുന്നത്. നടി കോയൽ മല്ലിക് വെറും 3 മാസം തികയും മുൻപ് രാജ്യസഭാ അംഗത്വം രാജിവെച്ച് കൈമലർത്തിയപ്പോൾ മമതയുടെ വിശ്വസ്തരൊക്കെയും BJPയുടെ തണലിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അഹങ്കാരം ആപത്താണെന്ന് പറയുന്നത് എത്ര വലിയ സത്യമാണെന്നറിയാൻ ഇന്ന് മമതയെ മാത്രം തിരിഞ്ഞു നോക്കിയാൽ മതി. സ്വന്തം അണികൾ പോലും തിരിഞ്ഞു നോക്കാത്ത തകർന്നു പിളർന്ന ഒരു പാർട്ടിയായി തൃണമൂൽ മാറുമ്പോൾ മമതയുടെ ആ കളി അവർക്ക് തന്നെ വിനയായത് എങ്ങനെ? ഈ അഹങ്കാരത്തിന്റെ പതനവും ബംഗാളിലെ യഥാർത്ഥ രാഷ്ട്രീയ നാടകവും നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. മമതയുടെ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് MP-മാർ ഓരോരുത്തരായി രാജിവെക്കുകയാണിപ്പോൾ. ലോക്സഭാ MP-മാർ കൂട്ടത്തോടെ മറ്റൊരു പാർട്ടിയിൽ ലയിച്ച പിന്നാലെയാണ് രാജ്യസഭാ അംഗങ്ങൾ രാജിവെക്കാൻ തുടങ്ങിയത്. നേരത്തെ 3 അംഗങ്ങൾ രാജി പ്രഖ്യാപിച്ച് BJPയിൽ ചേർന്നിരുന്നു. ഇവർ BJP ടിക്കറ്റിൽ ഇപ്പോൾ മത്സരിക്കുകയാണ്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു MP രാജിവെച്ചത്. മമതയുടെ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് MP-മാർ ഓരോരുത്തരായി ഇങ്ങനെ രാജിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ MP-മാർ കൂട്ടത്തോടെ മറ്റൊരു പാർട്ടിയിൽ ലയിച്ചു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ കളം മാറ്റം തുടങ്ങിയത്. എല്ലാവരും BJPക്ക് അനുകൂലമായ തീരുമാനമെടുക്കുകയോ BJPയിൽ ചേരുകയാണ് ചെയ്തത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളാണ് TMC ജയിച്ചത്. ഇതിൽ 60 പേർ മമതയുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ആരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് എന്ന വിഷയത്തിൽ ഇപ്പോൾ തർക്കമാണ്. തൊട്ടു പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 20 ലോക്സഭാ അംഗങ്ങൾ രാജി പ്രഖ്യാപിച്ചത്. ഇവർ ത്രിപുരയിലെ നാഷണൽ സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന അധികം ആരും അറിയാത്ത പാർട്ടിയിൽ ലയിച്ചു. അതിനിടെ 3 രാജ്യസഭാ അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസ് വിട്ടു. ഇവർ രാജ്യസഭാ അംഗത്വം രാജിവെച്ചതോടെ പാർലമെന്റിന്റെ 2 സഭകളിലും തൃണമൂൽ അപ്രസക്തരായി. സുഖേന്ദു ശേഖർ റായ്, സുഷ്മിത ദേവ്, പ്രകാശ് ചിക് തുടങ്ങി മമതാ ബാനർജിയുടെ അടുത്ത വൃത്തങ്ങളിൽപ്പെട്ടവരും പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസിന്റെ മുഖവുമായിരുന്നവരാണ് രാജിവെച്ച് BJPയിൽ ചേർന്നത്. ഇവർ BJP ടിക്കറ്റിൽ ഇപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കുകയാണ്. രാജിവെച്ച എല്ലാവരും കടുത്ത BJP വിമർശകരായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. എല്ലാവരും കൂട്ടത്തോടെ കളം മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗാളിൽ. ഇനി ജൂലൈ 20-ന് പാർലമെന്റിൽ മഴക്കാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. നിർണായകമായ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ BJP തന്ത്രം മെനയുന്നുണ്ട്. ഈ വേളയിലാണ് തൃണമൂൽ അംഗങ്ങൾ BJPക്ക് കരുത്തായി മാറുന്നത്. ഇതോടെ ബില്ലുകൾ വേഗത്തിൽ പാസാക്കാൻ BJPക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ മമത കോൺഗ്രസുമായി അടുക്കുന്നുണ്ട്. അവർ തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിൽ ലയിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്ത് വന്നിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടി കോയൽ മല്ലിക്കിന്റെ രാജി വെറുമൊരു വാർത്തയല്ല. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേവലം 3 മാസം തികയും മുൻപെയാണ് അവർ സ്ഥാനമൊഴിഞ്ഞത്. മമതയുടെ വലങ്കൈയായി അറിയപ്പെട്ടിരുന്ന, മമതയുടെ ഓരോ തീരുമാനത്തിനും പച്ചക്കൊടി കാണിച്ചിരുന്ന ആ ഒരാൾ പോലും ഇന്ന് മമതയുമായി അകന്നു എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനുള്ളിലെ അതൃപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത് കേവലം ഒരു MP യിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും ഇന്ന് മമതയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് കണ്ടത് നാണക്കേടിന്റെ നാളുകളാണ്. 80 സീറ്റുകൾ വിജയിച്ചിട്ടും അതിൽ 60 പേരും മമതയുടെ നേതൃത്വത്തെ അംഗീകരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇവിടെയാണ് തർക്കം തുടങ്ങുന്നത്. ആരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്? മമതയുടെ പാർട്ടിയോ അതോ കൂറുമാറിയവരോ? ഇന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, മറിച്ച് പല കഷ്ണങ്ങളായി പിളർന്ന ഒരു കൂട്ടം മാത്രമാണ്. ഇത് ബംഗാളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ശബ്ദമായിരുന്നു 20 ലോക്സഭാ അംഗങ്ങൾ. ഇവരെല്ലാവരും ചേർന്ന് ത്രിപുരയിലെ നാഷണൽ സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു ചെറിയ പാർട്ടിയിൽ ലയിച്ചത് മമതയ്ക്ക് കിട്ടിയ വൻ തിരിച്ചടിയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് സുഖേന്ദു ശേഖർ റായ്, സുഷ്മിത ദേവ്, പ്രകാശ് ചിക് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ രാജ്യസഭാ അംഗത്വം രാജിവെച്ച് BJPയിൽ ചേർന്നത്. അതോടെ പാർലമെന്റിന്റെ 2 സഭകളിലും തൃണമൂൽ കോൺഗ്രസ് എന്നത് ഒരു അപ്രസക്തമായ പേര് മാത്രമായി മാറി. അധികാരത്തിന്റെ ഹുങ്കിൽ കേന്ദ്രത്തെ മുട്ടുകുത്തിക്കാൻ നോക്കിയ മമത ഒടുവിൽ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെട്ടു എന്നത് ചരിത്രം.
മോദിയെയും BJPയെയും വിമർശിക്കാൻ മാത്രം സമയം കണ്ടെത്തിയ മമത സ്വന്തം പാർട്ടിയിലെ ആൾപെരുമാറ്റം ശ്രദ്ധിച്ചില്ല. BJPയുടെ തന്ത്രങ്ങളെ തടയാൻ ശ്രമിച്ച മമതയുടെ ഓരോ നീക്കവും വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ബില്ലുകൾ പാസാക്കാൻ BJPക്ക് മുന്നിൽ ഇന്നൊരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല, മമതയുടെ തന്നെ മുൻ നേതാക്കൾ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത് കണ്ട് മമതയ്ക്ക് അമ്പരന്ന് നിൽക്കാനേ സാധിക്കുന്നുള്ളൂ. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ മമത നോക്കുന്നത് കോൺഗ്രസിനെയാണ്. തൃണമൂൽ കോൺഗ്രസിനെ കോൺഗ്രസിൽ ലയിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് മമതയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുകയാണ്. താൻ ഒറ്റയ്ക്ക് വളർത്തിയ പാർട്ടി അവസാനം മറ്റൊരു പാർട്ടിയിൽ അലിഞ്ഞു ചേരാൻ പോകുന്നു എന്നത് മമതയുടെ രാഷ്ട്രീയ അസ്തമയത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ഇനി ചിന്തിക്കേണ്ടത് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി മോദി ഭരണത്തെ താഴെ ഇറക്കാൻ മമത കാണിച്ച ആവേശത്തെക്കുറിച്ചാണ്. ആ ഒരു ഉത്സാഹം ഒട്ടും ചെറുതായിരുന്നില്ല. മോദിയെ നേരിടാൻ ഒരു മഹാസഖ്യമുണ്ടാക്കാൻ അന്ന് മമത അങ്ങോളം ഇങ്ങോളം ഓടി നടന്നു. പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് ഒരു വലിയ മുന്നണി രൂപീകരിക്കാനും അതിലൂടെ ഡൽഹിയുടെ കസേരയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരാനും അവർ നടത്തിയ ശ്രമങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിക്കാൻ മമത നടത്തിയ ആ ഒരു ഗെയിം പ്ലാൻ എന്തായിരുന്നു എന്ന് നോക്കാം. അഹങ്കാരത്തിന്റെ കൂട്ടുകെട്ട്, തന്നെ എല്ലാവരും നേതാവായി അംഗീകരിക്കണമെന്ന മമതയുടെ അമിത വാശി പലപ്പോഴും പ്രതിപക്ഷത്തെ തന്നെ അകറ്റി. താൻ വിളിക്കുന്ന യോഗത്തിൽ എല്ലാവരും വരണമെന്നും താൻ പറയുന്നതാണ് അവസാന വാക്കെന്നുമുള്ള മമതയുടെ ശൈലിക്ക് മുന്നിൽ പല മുതിർന്ന നേതാക്കളും മുട്ടുമടക്കാൻ തയ്യാറായിരുന്നില്ല. വിശ്വാസമില്ലാത്ത സഖ്യം, കേവലം മോദിയെ വെറുക്കുന്നവർ എന്ന ഒറ്റ കാരണത്താൽ മാത്രം കൂടിച്ചേർന്നവരായിരുന്നു മമതയുടെ മഹാസഖ്യം. ഇവർക്കിടയിൽ ഒരു പൊതു അജണ്ടയോ നാടിന്റെ വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടോ ഉണ്ടായിരുന്നില്ല. മമതയുടെ ഈ പരീക്ഷണങ്ങൾക്കൊടുവിൽ സംഭവിച്ചത് മറ്റൊന്നുമല്ല, പ്രതിപക്ഷ ഐക്യം എന്നത് വെറും കടലാസ് കണക്കുകൾ മാത്രമായി മാറി. സ്വന്തം തട്ടകം മറന്നുപോയത്. ഡൽഹിയിൽ അധികാരം പിടിക്കാൻ പ്രതിപക്ഷത്തെ കൂട്ടുപിടിച്ച് നടക്കുമ്പോൾ സ്വന്തം സംസ്ഥാനമായ ബംഗാളിൽ പാർട്ടിയുടെ അടിവേരുകൾ അഴിഞ്ഞു പോകുന്നത് മമത കണ്ടില്ല. അടുത്തത് മമതയുടെ ഈ മോദി വിരുദ്ധ അജണ്ടയിൽ മനം മടുത്ത പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ പല നേതാക്കളും പിന്നീട് BJPയുടെ തണലിലേക്ക് ചേക്കേറി. കേന്ദ്രത്തെ താഴെയിറക്കാൻ മമത കരുതിയ പല തുരുപ്പുചീട്ടുകളും അവസാനം BJPയുടെ കയ്യിലാണ് ചെന്നു ചേർന്നത്. ചുരുക്കത്തിൽ ഡൽഹി പിടിക്കാൻ ഇറങ്ങിയ മമതയ്ക്ക് ഒടുവിൽ സ്വന്തം കസേര പോലും നഷ്ടപ്പെട്ട അവസ്ഥ. മോദിയെ താഴെ ഇറക്കാൻ കൂട്ടുപിടിച്ചവർ തന്നെ മമതയെ തനിച്ചാക്കി പോയത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മമത എന്ന നേതാവ് എത്തി നിൽക്കുന്ന ഈ അവസ്ഥ അത്ര ലളിതമല്ല. അധികാരത്തിന്റെ ഉച്ചസ്ഥാനിൽ ഇരിക്കുമ്പോൾ താൻ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചതിന്റെ വലിയ വിലയാണ് മമത ഇന്ന് നൽകുന്നത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ വികസനത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പകപോക്കലിനും അഹങ്കാരത്തിനും സ്ഥാനം നൽകിയപ്പോൾ അതിൻ്റെ ഒരു ഫലം അനുഭവിച്ചത് ബംഗാളിലെ സാധാരണ ജനങ്ങളാണ്. എല്ലാം തികഞ്ഞവൾ എന്ന് സ്വയം കരുതിയ മമതയുടെ മുന്നിലാണ് ഇന്ന് സ്വന്തം പാർട്ടിയുടെ ഇത് കാണിക്കപ്പെട്ടിരിക്കുന്നത് അവസ്ഥ. ഒരു കാലത്ത് മമതയുടെ വാക്കിന് വേണ്ടി കാതോർത്തിരുന്നവർ ഇന്ന് ആ പടിവാതിൽ നിന്ന് പോലും തിരിഞ്ഞു നടക്കുകയാണ്. അടുത്തൊരാൾ കൂടി രാജിവെച്ചതോടെ പാർട്ടി പിളർന്നു എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ നിലനിൽപ്പാണ് അണികൾക്ക് പ്രധാനമെന്നാണ് മമത വിചാരിച്ചത്. കേന്ദ്രത്തെ പിടിച്ചുകെട്ടാൻ ഇറങ്ങിയ മമത ഒടുവിൽ സ്വന്തം തട്ടകത്തിൽ പരാജയപ്പെട്ട പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിച്ച കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി വരാനിരിക്കുന്ന സമ്മേളനത്തിൽ തൃണമൂലിന്റെ അഭാവം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാകുമ്പോൾ പ്രതിപക്ഷ നേതൃനിരയിൽ മമത എന്ന പേര് ഇന്ന് മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ മമതയുടെ ഈ അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.